കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞ്. പിന്നെ എന്നാ പത്തിട്ട് പോണെന്താ എന്താ പ്ലെയിന് ടിക്കറ്റ് ഒക്കെ റെഡിയായോ? അടിക്കണല്ലേ, ഞാനിതാ അടുത്താഴ്ച പോകും. ആണോ? അപ്പോൾ എനിക്ക് എന്നോടൊക്കെ പറയാൻ വെച്ചാൽ പിന്നെ വീട്ടിലിപ്പോൾ അമ്മയും പിള്ളേങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മോന്, പിന്നെ അച്ഛൻ മരിച്ച പിന്നീടാ ഞങ്ങൾക്ക് എന്താണ് ജീവിതം എന്താണെന്ന് അറിയുന്നത്. വാടക കൊടുക്കാനും പിന്നെ ചിലവിൻ്റെ കാര്യത്തിലൊന്നും ഇതൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ഇതിപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ വിഷമമായത്. അപ്പോൾ എനിക്ക് പുറത്ത് പോയേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞോണ്ട് ഈ ഇവിടെ ഉണ്ടാവണം, എന്നാലേ അതിനൊക്കെ വീട്ടിൽ സഹായിക്കാനും പിടിക്കാനും ഉണ്ടാവും. എന്നാലേ എന്താ ഒരു ഉടപ്പറപ്പിനെ പോലെ നിൽക്കണല്ലടാ. അതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, എൻ്റെ പെങ്ങള്, എൻ്റെ സഹോദരിമാരായിട്ട് നമ്മൾ കാണാനല്ലേ. ഇതൊരു വിളിപ്പാടാകലെ നമ്മളെപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇതൊന്നും പേടിക്കണ്ട. ഈ ധൈര്യമായിട്ട് പോയി വാ. അതിനൊക്കെ ഒന്ന് ഉഷാറായി എന്തായാലും നന്നായി വാ. കുറേ കാലമായില്ലേ, സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ആവട്ടെ. തീർച്ചയായും തീർച്ചയായും. ഇത്ര കാലം വെച്ചിട്ട് അങ്ങനെ വാടക വീട്ടിലൊക്കെ ഇങ്ങനെ നിന്ന് പോവാ. ചെറുപ്പം മുതൽക്ക് ചെറുപ്പം മുതൽക്കേ വാടക വീട്ടിൽ നിന്നിട്ടാണ് എൻ്റെ മക്കളെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് വീട്ടിലൊക്കെ നിന്ന് എന്നാലും എനിക്കൊന്നും തരാനൊന്നുമില്ല. എന്നാലും എൻ്റെ വകയായിട്ട് പോകുമ്പോൾ ഒരു ഒന്നുമില്ല. ഈ പോകുമ്പോഴാണ് ഒരു ദിവസം അങ്ങനെയല്ല. അങ്ങനെ ഒരു ഞാൻ എന്തായാലും പിന്നെ ഈ പോണതിൻ്റെ അന്ന് അതിൻ്റെ 2 സൈറ്റ് ഞാൻ വരാം. ചെറിയൊരു പണിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവൻ സ്നേഹമുള്ളതാണ്. ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് 100 ഷർട്ട് വാങ്ങിക്കാന്ന് പോയിട്ട് ഞാൻ പത്ത് ബംഗാളിട്ട പോയിട്ട് ഗൾഫിൽ പോലെ ഓനൊക്കെ ഇവിടെ എപ്പിച്ചുകൊണ്ട് ഇന്നാണ് തന്നെ 1 ലക്ഷം ഷർട്ട്